യൂറോപ്പ ലീഗ് പ്ലേ ഓഫ് റൗണ്ടിലെ ആവേശ സമനിലയ്ക്കൊടുവിൽ വിജയികളെ തീരുമാനിക്കാൻ പതിവ് പോലെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടന്നു. പിന്നെ കണ്ടത് ഫുട്ബോൾ ലോകം ഇന്നേവരെ കാണാത്ത ഷൂട്ടൌട്ട്. ആകെ 34 പെനാൽറ്റി കിക്കുകൾ, 25 മിനിറ്റ് നീണ്ടുനിന്ന മാരത്തൺ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഒടുവിൽ 13-12 വിജയവുമായി നെതർലൻഡ്സ് ക്ലബ് അയാക്സ് യൂറോപ്പ ലീഗ് പ്ലേ ഓഫ് റൗണ്ട് യോഗ്യത നേടി. ഗ്രീക്ക് ക്ലബ് പനത്തനായിക്കോസിനെ വീഴ്ത്തിയാണ് ഡച്ച് ക്ലബ് പ്ലേ ഓഫ് റൗണ്ട് യോഗ്യത ഉറപ്പിച്ചത്. പെനാൽറ്റി ഷൂട്ടൌട്ടിലെ മൊത്തം കിക്കുകളുടെ എണ്ണം മാത്രം മതി കടുത്ത പോരാട്ടത്തിന്റെ ഏകദേശം ചിത്രം മനസ്സിലാക്കാൻ. ഇരുപാദങ്ങളിലും ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനില പാലിച്ചതോടെയാണ് വിജയികളെ കണ്ടെത്താൻ പെനാൽറ്റി ഷൂട്ടൌട്ട് വേണ്ടിവന്നത്. ഗോൾ കീപ്പർ റെംകോ ബസ്പീറിന്റെ തകർപ്പൻ പ്രകടനമാണ് അയാക്സിന് വിജയം സമ്മാനിച്ചത്. 5 പെനാൽറ്റി കിക്കുകൾ രക്ഷപ്പെടുത്തുകയും 1 പെനാൽറ്റി കിക്ക് ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്തു ഈ 40-കാരൻ. പ്രതിരോധ താരം ആന്റൺ ഗുയേയാണ് ടീമിന്റെ വിജയ കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചത്. നെതർലൻഡ്സ് ദേശീയ താരമായ സ്ട്രൈക്കർ ബ്രയൻ ബ്രോബറി 2 കിക്കുകൾ നഷ്ടപ്പെടുത്തി. ബെർട്രാൻ ട്രാവോർ, യൂറി ബാസ് എന്നിവരും ഓരോ കിക്കുകൾ നഷ്ടമാക്കി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സുദീർഘമായ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരങ്ങളിലൊന്നാണിത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.